ദിവസം ആഘോഷിക്കാനാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഫെബ്രുവരി 14 എല്ലാവർക്കും അറിയാം, വാലന്റൈൻസ് ഡേ ആണ്. ഇതൊരു വലിയ ചടങ്ങായിട്ടല്ല, കുറച്ച് കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്നു എന്ന് മാത്രമാണ്. വെള്ളിമൂങ്ങ എന്ന ഈ ഒരു പരിപാടിയിൽ ആദ്യം നന്ദിയാണ് പറയേണ്ടത്. കാരണം ഈ ഒരു ചിത്രത്തെ വിശ്വസിച്ച എപ്പോഴും ഒരു മാതാവാണ് കുഞ്ഞിന് ജന്മം നൽകുന്നത്. അപ്പോൾ ഒരു സിനിമയുടെ മാതാവ് എന്ന് പറയുന്നത് നിർമ്മാതാവ് തന്നെയാണ്. അപ്പോൾ ശശിധരൻ ഉള്ളാക്കൽ സാറിന് ഈ അവസരത്തിൽ നന്ദി പറയാതെ വയ്യ. കാരണം പലരും ഈ ചിത്രത്തെ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ ഇവരെ കുറിച്ച് പടം ചെയ്ത സാറ്റലൈറ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹം ധൈര്യപൂർവ്വം പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ധൈര്യപൂർവ്വം ഇറങ്ങിയില്ല. പക്ഷേ അത് ദൈവം അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. ഒരുപക്ഷെ ഒരു അന്ധവിശ്വാസത്തിലേക്ക് പോവാം. കാരണം വെള്ളിമൂങ്ങ എന്നുള്ളത് ഭാഗ്യം കൊണ്ടുവരുന്നത്. കാരണം അതൊക്കെ ഒരു അന്ധവിശ്വാസം തന്നെയാണ്. വെള്ളിമൂങ്ങ എന്ന പേര് തന്നെ പെട്ടെന്നുണ്ടായതാണ്. കാരണം ആ സമയത്ത് അജു വർഗീസ് പെരിച്ചായി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ മരം കൊടുത്തു. അപ്പം മൊത്തം വൃത്തിയായിട്ട് ജീവികളുടെ പേര് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഡയറക്ടറും അതുപോലെ തന്നെ സെപ്പറേറ്റ് ബിജു മേനോനും ചേർന്ന് നമുക്കൊരു ജീവിയുടെ പേരിട്ടാൽ എന്താന്ന് പറഞ്ഞപ്പോൾ വെള്ളിമൂങ്ങ എന്ന പേര് അനൗൺസ് ചെയ്യും, സാറും എന്ന് അനൗൺസ് ചെയ്യും. അങ്ങനെ അത് വളരെ വലിയൊരു വിജയമായി. വനിതയിലൊരു തർക്കം നടന്നു എന്നാണ് പറയുന്നത്. കാരണം ബെസ്റ്റ് ആക്ടർ ബിജു മേനോന് കൊടുക്കേണ്ടതായിരുന്നു എന്നൊരു തർക്കം നടന്നു. അത് തന്നെ സാധാരണ മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാറുണ്ട് എപ്പോഴും. അതിന്റെ വേറൊരു ഭാഗമാണ്. പക്ഷേ ബിജു മേനോന് കൊടുക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ആൾക്കാരെ വിളിച്ച് പറഞ്ഞു. അത്രയൊക്കെ തർക്കം വരെ നടന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇതെല്ലാം സംഭവിച്ചത് സംവിധായകൻ ജിബു ജേക്കബുകാരൻ തന്നെയാണ്. അദ്ദേഹത്തിന് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന നിലയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചടങ്ങിലാണ്. ഈ സിനിമയുടെ എല്ലാമായ ശശിസാറിൻ്റെ കൂടെ, അതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്തതിന് ഞാൻ പ്രത്യേകം ആരെയും പറയുന്നില്ല. എന്തായാലും ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരുന്നത്. ഷൂട്ടിങ്ങിന്റെ സമയത്തും എൻ്റെ അടുത്ത് പലരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നത് 100ാം ദിവസം ഫംഗ്ഷൻ ഉണ്ടാവും, വിളിക്കണം ഞങ്ങൾ എല്ലാവരും. അപ്പോൾ ഏകദേശം എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തിയേറ്റർ ഉടമകൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാൻ, അതോടൊപ്പം എൻ്റെ വിജയത്തിൽ എൻ്റെ കൂടെ നിന്ന ലാൽ ജോസ് അടക്കമുള്ള എല്ലാവരും, നരേഷൻ ചെയ്ത ലാൽ ജോസ്, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ യൂണിറ്റ് അംഗങ്ങളും, എൻ്റെ റൈറ്റർ ജോജി, പിന്നെ എല്ലാവരും, കേരളം മൊത്തം സ്നേഹത്തോട് ഏറ്റുവാങ്ങിയ മാമച്ചനുണ്ട്. അതുപോലെ മാമച്ചൻ്റെ കൂടെയുള്ള ഞാൻ എല്ലാവരും നന്ദിയോടെ ഓർക്കുകയാണ്. ഇങ്ങനൊരു സൂചനത്തിന് വേണ്ടി എല്ലാവരും കാത്തിരുന്ന് അത് സംഭവിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദിവസമായിട്ട് ഞാൻ എന്നെ കാണുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസരിക്കും. 25 ദിവസം തയ്ക്കാൻ തന്നെ വളരെ ഉത്തരവായിക്കൊണ്ടിരിക്കുന്ന കാലം. 101 ദിവസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത് കാലോപ്പറേഷനൊക്കെ ചെയ്തിട്ട് എനിക്ക് വയ്യ വരാൻ, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഒഴിയാൻ നോക്കിയത്. ജിബുവിൻ്റെ നിർബന്ധത്തിന് വന്ന് അഭിനയിച്ച പടമാണ്.
ഏത് പടം ഞാൻ വേണ്ടാന്ന് വെച്ച് നിർബന്ധിച്ച് ഞാൻ ഡയറക്ടർ അഭിനയിപ്പിച്ചിട്ടുണ്ടോ ആ പടമൊക്കെ എനിക്ക് നല്ലതേ തന്നിട്ടുള്ളൂ. ഒന്ന് വെള്ളിമൂങ്ങ, പിന്നൊന്ന് സാന്തം. അത് ഇതുപോലെ തന്നെയായിരുന്നു. അതെനിക്ക് നാഷണൽ അവാർഡ് വരെ വാങ്ങിച്ചു തന്നൊരു പടമായിരുന്നു. അപ്പോൾ ഇനി മേലെ ഞാൻ കൂടുതൽ പടങ്ങൾ വേണ്ടെന്ന് ആദ്യം പറയാൻ പോവുക. കാരണം ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഇവു എന്നെ നിർബന്ധിച്ചതിൽ അഭിനയിപ്പിച്ചതിലും എനിക്ക് സന്തോഷമുണ്ട്. ഇന്നത്തെ കാലത്ത് അമ്മയൊന്നും വേണ്ടാത്ത കാലത്ത് ബിജുമേനൊരു അമ്മ വേണമെന്ന് തോന്നുകയും അതിൽ എന്നെ തന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തതിൽ ഇതിൻ്റെ ഈ ഉള്ളാട് ഫിലിംസിൻ്റെ ശ്രീ ശശിധരനും അതേപോലെ തന്നെ എൻ്റെ പ്രൊഡ്യൂസർ, ബാക്കി ഇതിൻ്റെ എല്ലാ ആൾക്കാരും ഒരു മനസ്സോടുകൂടി എന്നെ തിരഞ്ഞെടുത്തത് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ചേച്ചി പറഞ്ഞ പോലെ ഒരു സിനിമ കുറേ ദിവസം കളിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഒരു കരിയറിൽ ഇത്രയും വലിയൊരു വിജയം തന്ന വെള്ളിമൂങ്ങ എന്ന സിനിമ അത് പ്രോത്സാഹിപ്പിച്ച നിങ്ങളെല്ലാവരും പ്രേക്ഷകർ, ഈ സിനിമയുടെ കഥ കേട്ടിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാറിയ ശശിയായിട്ട് എൻ്റെ റൈറ്റ് ജിബുവിനും എല്ലാവരും എൻ്റെ ക്രൂ ഇതെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് സഹകരിച്ച് ചെയ്ത ഒരു ചെറിയ സിനിമയാണ്. ഈ സിനിമ റിലീസ് ചെയ്ത അന്ന് തൊട്ട് ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ പോലും ഇല്ലാതെ ഇതിനെ അംഗീകരിച്ച പ്രേക്ഷകർക്കും എല്ലാ സുഹൃത്തുക്കളും ഹൃദയം പറഞ്ഞ നന്ദി പറയും. ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയും. ഒരുപാട് സന്തോഷം എന്നും ഈ പ്രോത്സാഹനം. ഒരു സിനിമയുടെ വിജയത്തിൻ്റെ ആഘോഷം ഒരു ചടങ്ങായി നടത്തുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു വീണ്ടും കണ്ടുമുട്ടാനൊരു അവസരം, കുടുംബത്തെ കൊണ്ടുവരാൻ ഒരു അവസരം. അപ്പോൾ ഈ ഒരു ഗെറ്റുഗെദർ സമ്മാനിച്ച ഈശ്വരനോടും ഇതിൻ്റെ പ്രൊഡ്യൂസർ സാറിനോടും നന്ദി പറയുന്നു. ഈ സിനിമ ആദ്യം എന്നോട് പറഞ്ഞ ജിബോട്ടനാണ്. ഈ സിനിമയിലോട്ട് എന്നെ കാസ്റ്റ് ചെയ്ത് ജിബോട്ടനും ജോജിയേട്ടനുമാണ്. ഒരുപാട് ഞാൻ ആരാധിച്ചിരുന്ന വിജയനെ പോലെ ഒരാളുടെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം തന്നവരാണ്. അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ലൊരു ചേട്ടനേക്കുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരുപാട് ഗുണങ്ങൾ എനിക്ക് ഈ സിനിമ തന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ആദ്യം പോകുന്ന സിനിമയിലാണ്. അപ്പോൾ വെള്ളിമൂങ്ങ എന്നുള്ള പേര് ജീവിതത്തിൽ അല്ലെങ്കിൽ വെള്ളിമൂങ്ങ ശരിക്കും ഭാഗ്യം കൊണ്ടിരുന്നാണ് കള്ളന്മാർ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഈ വെള്ളിമൂങ്ങ ശരിക്കും എൻ്റെ ജീവിതത്തിലോട്ട് ഒരുപാട് ഭാഗ്യങ്ങൾ കൊണ്ടുവന്നു. അത് ഈ ഒരു അവസരത്തിൽ നമ്മളെല്ലാവരെയും ഒന്നിച്ച് ഈ ഒരു സന്തോഷം പങ്കുവെക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഞാനെപ്പോഴും നോക്കാറുണ്ട്, ലളിതമ്മയുടെ കൂടെ ഒരു സിനിമയിൽ കോമ്പിനേഷൻ വേണം ഭയങ്കര ആഗ്രഹം. അവസാനം ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ 2 കഥകളായിരുന്നു. പക്ഷെ അവസാനം 2 സീനിൽ കിട്ടി. ഞാൻ എൻ്റെ ഭാര്യയോട് പറയിച്ചത് ഒരുപാട് വർഷം, ഞാൻ ഒരുപാട് നാൾ കാത്തിരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഈ സിനിമയിലൂടെയാണ് സംഭവിച്ചത്. എല്ലാത്തിനും ഈശ്വരനോട് മാത്രം നന്ദി പറയുന്നു.